മീനുട്ടി ചേച്ചിക്കുള്ള സർപ്രൈസ്. എനിക്കുള്ളയോ? ഞാൻ കണ്ടോട്ടെ ഒന്ന്. ഓക്കെ. അയ്യോടെ അയ്യോ അയ്യോ ഞാൻ കരയും കേട്ടോ. ലവ് യു ഫ്രം ഹാർട്ടോ. അതെ അതെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇതെന്താ ഇപ്പൊ ഇത്രയും സ്നേഹം കൂടാനൊരു കാരണം? ഉണ്ട് കാണിച്ചരാം. ഇത് നോക്ക്, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? ഇത് ഫുൾ നവനീത് കുട്ടന്റെ പേര് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നേ. ആണല്ലേ? ആണ് ഇതിൽ ഫുൾ ലെറ്ററാ. MJ സാർ. താങ്ക് യു. കൊള്ളാലോ. കാണിച്ചു അടിപൊളി. നല്ല രസമുണ്ടല്ലോ. ആരെ ക്രിയേറ്റ് ചെയ്തത്? മൈ ഡാഡി. Your daddy. ഡാഡി ഒരു സംഭവമാണല്ലോ. സ്പെഷ്യൽ ഉണ്ട്. ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അത് ഞാൻ ഞെട്ടിപ്പോയി. ഓ, അത് ശരി. തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വേഷം അതിനു മുന്നേ ഒരു കോമഡി ഉണ്ട്. കോമഡി അത് കേക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ആന. ആനയോ? ആനയോ? ആര്? ഏഷ്യയിലെ ഏറ്റവും വലിയ ആന. അത് ആര്? ക്വസ്റ്റ്യനാ. അത് പണ്ട് ഗുരുവായൂർ കേശവനായിരുന്നു. അല്ല, ചെങ്ങല്ലൂർ രംഗനാഥൻ. ചെങ്ങല്ലൂർ രംഗനാഥനാണല്ലേ? ആണോ? ഓ ഏഷ്യയിലെ ഏറ്റവും വലിയ ആന. ആണോ? ഓ പിന്നെ എല്ലാ ദിവസവും ആനോട്ടം മത്സരത്തിന് ഈ കേശവന്റെ പുറത്ത് കേറി ആരാ ഇരിക്കുന്നേ? ഗുരുവായൂരപ്പൻ. ശരിയായിരുന്നു. അതെ അതെ. പിന്നെ ഏറ്റവും അപ്പൊ പാട്ട് തരിക്കും. കേശാദിപാദം തൊഴുന്നേ. അവിടെ അതില് കേശവനുണ്ട്. അത് പറ്റൂല. അല്ല, അതല്ല. എന്നാ പിന്നെ പറ, ഏതാ പാട്ട്? സൗന്ദര്യമുള്ള ആന. സൗന്ദര്യമുള്ള ആനയാ? ആനയോ? എല്ലാ ആനയും നല്ല രസം. കുഴിയാനാണോ? അല്ല, സൗന്ദര്യമുള്ള ആന. പറയട്ടെ, പറഞ്ഞോ. പാമ്പാടി രാജൻ. ഓ, പാമ്പാടി രാജനാ. പറയാല്ലേ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദേഷ്യമുള്ള ആന. ദേഷ്യമുള്ള ആനയോ? ദേഷ്യമുള്ള ആന. ഇപ്പൊ ഗുരുവായൂരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പറയട്ടെ. പടയപ്പ. അല്ല, രാമചന്ദ്രൻ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. ഭയങ്കര ദേഷ്യ. ദേഷ്യാണോ? അത് ദേഷ്യത്തെ എങ്ങനെ മനസ്സിലായി? നവനീതന്റെ ദേഷ്യം കാണിച്ചോ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ദേഷ്യം എന്ന് പറയണത്? എനിക്ക് പേടിയാനേനെ. ജൂലൈയില് വരുമ്പോ ഞാനൊരു സർപ്രൈസും കൊണ്ടായിരിക്കും വരുന്നത്. ആണോ? ജൂലൈയിലോ? നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാ സർപ്രൈസ്? എന്താ? ഷിറ്റ്സു. ഷിറ്റ്സുവാ? ഓ, അത് ശരി. മേടിക്കുവോ? ഓ, ആണോ? വാങ്ങിക്കുകയാണോ? മഴ കഴിഞ്ഞിട്ടേ വാങ്ങിക്കുള്ളൂ, അതുകൊണ്ടാണോ? അതെന്താ ഈ ജൂലൈയുടെ കണക്ക്? അല്ല, അതിന്റെ അമ്മ ഇപ്പൊ പ്രഗ്നന്റ്. ജൂലൈയില് അതിനെ വാങ്ങിക്കും. അതിന്റെ അമ്മ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കും. അതുണ്ടാവുന്നതേ ഉള്ളൂ. വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതിനെ വളർത്തും, പാല് കൊടുക്കും, എല്ലാം ചെയ്യും. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. Seat belt. ഓ, okay, okay. അതിന്റെ കൈ കഴുത്തിൽ. ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ ബാസ്ക്കറ്റും അതിനെ കൊണ്ടുപോകാനുള്ള പെട്ടി വാങ്ങിക്കുവോ? ആ, നവനീതൂട്ടാ, നമ്മുടെ കമ്മണി ഭയങ്കര ഇഷ്ടം എന്നല്ലേ നീ പറഞ്ഞേ? നീ പ്രപ്പോസ് ചെയ്തല്ലേ? ആ. പ്രപ്പോസ് ചെയ്തോ? അതെങ്ങനെയാ ചെയ്തത്? വലിയ വെച്ച്. എന്താ പറഞ്ഞേ? എങ്ങനെയാ പറഞ്ഞെന്ന്? എടി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. അതിന്റെ പിറ്റേ ദിവസം വന്നപ്പോ അവളുടെ അമ്മയുടെ പൊക്കത്ത് കയറി ഇരിക്കുവായിരുന്നു. കമ്മണി വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വാ കമ്മണിക്കുട്ടി. ബെസ്റ്റി ആയിട്ട് ജീവിച്ചോട്ടെ. നല്ലൊരു ഭാവസ്വാമിയാണ്. നല്ലൊരു ഭാവസ്വാമിയാണ്.